അധ്യായം 19. രണ്ടാമത്തെ നറുക്ക് ശിമയോൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് വീണു. യൂദാ ഗോത്രത്തിന്റെ അതിർത്തിക്കുള്ളിലായിരുന്നു അവരുടെ ഓഹരി. അവർക്ക് ലഭിച്ച പ്രദേശങ്ങൾ ഇവയാണ്: ബർഷബ, ഷേബ, മൊളാദ, ഹാസർ, ഷുവാൽ, ബാല, എസേ, എത്ലോലാദ്, ബഥൂൽ, ഹോർമ, സിക്ലാഗ്, ബത്ത് മാർക്കബോത്ത്, ഹാസാർ സൂസ, ബത്ത്ലെബാവോത്ത്, ഷെരുഹൻ എന്നീ 13 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ഐൻ, റിമ്മോൺ, എത്തർ, ആഷാൻ എന്നീ 4 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ബാലാദ് ബേർനഗബിലെ റാമ വരെയുള്ള ഈ പട്ടണങ്ങളും അവയുടെ ചുറ്റുമുള്ള ഗ്രാമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ശിമയോൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശമാണിത്. ശിമയോൻ ഗോത്രത്തിന്റെ അവകാശം യൂദായുടെ ദേശത്തിന്റെ ഒരു ഭാഗമായിരുന്നു. യൂദാ ഗോത്രത്തിന്റെ ഓഹരി വളരെ വലുതായിരുന്നതിനാലാണ് അവരുടെ അതിർത്തിക്കുള്ളിൽ ശിമയോൻ ഗോത്രത്തിന് അവകാശം ലഭിച്ചത്. സെബുലൂൺ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് മൂന്നാമത്തെ നറുക്ക് വീണു. അവരുടെ അതിർത്തി സാരിദ് വരെ നീണ്ടുകിടക്കുന്നു. അവിടെ നിന്ന് അത് പടിഞ്ഞാറോട്ട് നീങ്ങി മാറയാലിൽ എത്തി ദാബേഷത്ത് വരെ ചെന്ന് യൊക്നെയാമിന് കിഴക്കുള്ള അരുവി വരെ എത്തുന്നു. സാരിദിൽ നിന്ന് കിഴക്കോട്ടുള്ള അതിർത്തി കിസ്ലോത്ത് താബോറിന്റെ അതിർത്തിയിലെത്തുന്നു. അവിടെ നിന്ന് ദബറാത്തിലേക്കും തുടർന്ന് യാഫിയ വരെയും എത്തുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് പോയി ഗത്ത് ഹേഫറിലും യത് കാസീനിലും എത്തി റിമ്മോണിലൂടെ നെയായുടെ നേരെ തിരിയുന്നു. വീണ്ടും വടക്ക് ഹന്നാത്തോനിലേക്ക് തിരിഞ്ഞ് ഇഫ്താഫേൽ താഴ്വരയിൽ അവസാനിക്കുന്നു. കത്താത്ത്, നഹലാൽ, ഷിമ്രോൺ, ഇദാല, ബെത്ലഹേം എന്നിവ ഉൾപ്പെടെ ആകെ 12 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളുമാണ് സെബുലൂൺ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ചത്. ഇസ്സാക്കർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് നാലാമത്തെ നറുക്ക് വീണു. അവരുടെ പ്രദേശങ്ങൾ ജസ്രേൽ, കെസ്ലോത്ത് ഷുനേം, ഹഫാരായിം, ഷിയോൻ, അനാഹരത്ത്, റബീത്ത്, കിഷിയോൻ, ഏബസ്, റേമത്ത്, എൻഗന്നീം, എൻഹദ്ദ, ബത്പാസസ് എന്നിവയായിരുന്നു. ഇതിന്റെ അതിർത്തി താബോർ, ഷാഹസുമ, ബത്ഷമിഷ് എന്നിവിടങ്ങളിലെത്തി ജോർദാനിൽ അവസാനിക്കുന്നു. അങ്ങനെ 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. ആഷേർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 5ാമത്തെ നറുക്ക് വീണു. അവരുടെ ദേശം താഴെ പറയുന്നവയാണ്: ഹെൽക്കത്ത്, ഹലി, ബഥേൻ, അക്ഷാഫ്, അല്ലാം മെലക്, അമാദ്, മിഷാൽ. അതിർത്തി പടിഞ്ഞാറ് കാർമലും ഷിഫോർ ലിബ്നത്തും സ്പർശിക്കുന്നു. അത് കിഴക്കോട്ട് ബദ്ദാഗോനിലേക്ക് പോയി നെയ്യേലിനും ബത്യമക്കിനും വടക്ക് ഇബ്താഹിൽ താഴ്വരയും സെബുലൂണും സ്പർശിക്കുന്നു. വീണ്ടും വടക്കോട്ട് പോയി കാബൂൽ, എബ്രേൻ, റഹോബ്, ഹമ്മോൻ, കാന എന്നിവിടങ്ങളിലൂടെ മഹാനഗരമായ സീദോനിലെത്തുന്നു. പിന്നീട് അത് റാമായിൽ കോട്ടകളാൽ ചുറ്റപ്പെട്ട തൈർ പട്ടണത്തിലെത്തി ഹോസായിലേക്ക് തിരിഞ്ഞ് കടൽ വരെ എത്തുന്നു. മഹ്ലാബ്, അക്സീബ്, ഉമ്മ, അഫേക്ക്, റഹോബ് ഇവയുൾപ്പെടെ 22 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ആഷേർ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. നഫ്താലി ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 6ാമത്തെ നറുക്ക് വീണു. അവരുടെ അതിർത്തി ഹേലഫിൽ സനാമിനിലെ ഓക്ക് വൃക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് തുടങ്ങി അദാമിനക്കബ്, യബനേൽ എന്നിവിടങ്ങളിലൂടെ ലാക്കും കടന്ന് ജോർദാനിലെത്തുന്നു. അവിടെ നിന്ന് പശ്ചിമഭാഗത്തുള്ള അസ്നോത്ത് തബോറിലേക്ക് തിരിഞ്ഞ് ഹുക്കോക്കിലെത്തി തെക്ക് സെബലൂണിനെയും പടിഞ്ഞാറ് ആഷേറിനെയും കിഴക്ക് ജോർദാന് സമീപം യൂദായെയും തൊട്ടുകിടക്കുന്നു. കോട്ടയുള്ള പട്ടണങ്ങൾ സിദ്ദിം, സേർ, ഹമ്മത്ത, റാക്കത്ത്, കിന്നരോത്ത്, ദമ, റാമ, ഹാസോർ, കേദഷ്, എദ്റെയി, എൻഹാസോർ, ഈറോൺ, മിഗ്ദലേൽ, ഹോറെം, ബത്ത് അനാഥ്, ബത്ത് ഷമെഷ് എന്നിവയാണ്. അങ്ങനെ ആകെ 19 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും നഫ്താലി ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും അവയുടെ ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. ദാനിന്റെ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 7ാമത്തെ നറുക്ക് വീണു. അവരുടെ അവകാശം താഴെ പറയുന്നതാണ്: സോറ, എഷ്താവോൽ, ഈർഷമെഷ്, ഷാലാബിൻ, അയ്യാലോൻ, ഇത്ല, ഏലോൻ, തിമ്ന, എക്രോൺ, എൽത്തക്കെ, ഗിബ്ബത്തോൻ, ബാലത്ത്, യഹൂദ്, ബനേബറക്, ഗത്രിമോൺ, ജോപ്പായ്ക്ക് എതിർവശത്ത് കിടക്കുന്ന പ്രദേശവും
മെയാർക്കോൻ, റാക്കോൽ എന്നിവയും. തങ്ങളുടെ ദേശം നഷ്ടപ്പെട്ടപ്പോൾ ദാൻ ഗോത്രം ലേഷമിനെതിരെ യുദ്ധം ചെയ്തു, അത് പിടിച്ചടക്കി. അവരെ നശിപ്പിച്ച് അത് സ്വന്തമാക്കി അവിടെ വാസമുറപ്പിച്ചു. പൂർവ്വപിതാവായ ദാനിന്റെ ഓർമ്മ നിലനിർത്താൻ ലേഷമിന് ദാൻ എന്നു പേരിട്ടു. ദാൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവകാശമായി ലഭിച്ചു. ഈ സ്ഥലമെല്ലാം അവകാശമായി വീതിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ നൂനിന്റെ മകനായ ജോഷ്വയ്ക്ക് തങ്ങളുടെ ഇടയിൽ ഒരു ഭാഗം അവകാശമായി കൊടുത്തു. അവൻ ചോദിച്ച എഫ്രായിമിന്റെ മലമ്പ്രദേശത്തുള്ള തിമ്നത്ത് സേര പട്ടണം കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് അവന് കൊടുത്തു. അവൻ ആ പട്ടണം പുതുക്കിപ്പണിത് അവിടെ വാസമുറപ്പിച്ചു. പുരോഹിതനായ എലയാസറും നൂനിന്റെ മകനായ ജോഷ്വയും ഇസ്രായേൽ ജനത്തിന്റെ ഗോത്രത്തലവന്മാരും ഷീലോയിൽ സമാഗമ കൂടാരത്തിന്റെ കവാടത്തിൽ കർത്താവിന്റെ മുമ്പിൽ വെച്ച് വീതിച്ചു കൊടുത്ത അവകാശങ്ങളാണിവ. അങ്ങനെ അവർ ദേശവിഭജനം പൂർത്തിയാക്കി.